വിഴിഞ്ഞത്ത് 817.8 കോടിയുടെ VGF കരാർ ഒപ്പുവെച്ചു. കേന്ദ്രം ഗ്രാന്റ് ലഭ്യമാക്കുന്നത് വായ്പയായിട്ടാണ്. 2 കരാറിലാണ് ഇന്ന് ഒപ്പുവെച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഷീജ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഷീജ, ഇതിൽ ഒരു അനീതിയുണ്ട്. ഗ്രാൻഡായി ലഭിക്കേണ്ടത് വായ്പയായാണ് നൽകുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും വിഴിഞ്ഞത്തൊരു വലിയ നിർണായകമായ പുരോഗതിയാണ്. മാത്രമല്ല, ഇന്ന് വലിയൊരു കപ്പൽ, മെഡിറ്ററേനിയൻ കപ്പൽ കമ്പനിയുടെ വലിയ കപ്പലാണ് എത്തുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഏതായാലും വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുതിയൊരു കാൽവയ്പ് തന്നെയാണ്. കാരണം ഈ വൈബ്രറ്റി ഗ്യാപ് ഫണ്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇത് ഗ്രാൻഡായി ചോദിച്ചിരുന്നതാണ്. പക്ഷേ അത് വായ്പയായിട്ടാണ് അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സ്വീകരിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. അതേ തുടർന്നാണ് ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള 2 നിർണായക കരാറുകളിൽ ഒപ്പിടുന്നത്. ഒന്ന് ത്രികക്ഷി കരാറാണ്. ആ ത്രികക്ഷി കരാർ അത് കേന്ദ്രം, അതിനൊപ്പം തന്നെ പണം സ്വീകരിക്കുന്ന അദാനി വിഴിഞ്ഞം പോർട്ട്, മറ്റൊന്ന് ബാങ്ക് കൺസോർഷ്യം, ഇവരാണ് ഈ ത്രികക്ഷി കരാറിൽ ഒപ്പുവയ്ക്കുന്നത്. മറ്റൊന്ന് തുറമുഖത്തിൽ നിന്നും വരുമാനത്തിന്റെ 20% അത് കേന്ദ്രവുമായി പങ്കിടാമെന്നുള്ള രണ്ടാമത്തെ കരാറിൽ തുറമുഖ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനായിരിക്കും ഒപ്പിടുക. ഏതായാലും അല്പസമയത്തിനകമായിരിക്കും ഈ ഒപ്പിടൽ ചടങ്ങുകൾക്ക് ഇവിടെ തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ തുടക്കമാകുക. ഏതായാലും VGF നടപടികൾ കൂടി പൂർത്തിയാകുന്നതോടെ വിഴിഞ്ഞം പോർട്ടിന്റെ ആദ്യഘട്ടത്തിലെ നടപടിക്രമങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാകും എന്ന് തന്നെ വ്യക്തമാക്കാം. ശരി ഷീജ, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.